ചൂടിന് ഇതിലും നല്ലൊരു ഓപ്ഷൻ വേറെ ഉണ്ടാകുമോ? നോമ്പ് ടൈമിലും ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ വാട്ടർമെലൺ. ഇനി നമുക്ക് ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് അംഗം നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഇനി ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കണം. വീണ്ടും നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഒരു ബൗൾ എടുത്തതിലേക്ക് കുറച്ച് സബ്ജ സീഡ്സും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വാട്ടർമെലണിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇടിച്ച് ചതച്ച് അതിനെ നീരെടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ചതഞ്ഞിരിക്കുന്ന വാട്ടർമെലണിലേക്ക് കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കണം. നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം. ഇനി കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് ഇട്ട് ഒന്നും കൂടെ ഇളക്കി എടുത്തോളൂ കേട്ടോ. ഈ വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ്സ് ഇട്ട് നല്ല കൂളാക്കി തന്നെ എടുത്തോളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഈ ചൂടുകാലത്ത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകണ്ട കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്യുന്നതോടൊപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കാനും വിട്ടുപോകണ്ട. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് പറയണേ. ഏറ്റവും റീഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല കൂൾ ആയിട്ടുള്ള അടിപൊളി ഡ്രിങ്ക് ആണ്.